ശത്രുപാളയത്തിൽ എത്തിച്ചേർന്ന അതിനെ തുടർന്ന് UDFൻ്റെ MLAമാരായി മാറിയ ആളുകളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി അദാനി ഒരു വിദേശ കപ്പൽ കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നിലവിലുള്ള കരാർ വ്യവസ്ഥയുടെ 5(3) ലംഘനമാണ്. കരാർ വ്യവസ്ഥയനുസരിച്ച് അദാനി അതിൻ്റെ ഓഹരി കൈമാറുമ്പോൾ ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഓഹരി മാറ്റ കത്തിടപാടുകൾ നടത്തുന്നതിന് മുമ്പ് പ്രയർ സാങ്ഷൻ എടുക്കണമെന്നാണ്, മുൻകൂർ അനുമതി എടുക്കണമെന്നാണ്. അതാവട്ടെ അതോറിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. 2015 ആഗസ്റ്റ് 17 അദാനിയുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കരാറിൽ അന്നത്തെ UDF സർക്കാർ ഏർപ്പെടുന്നത്. ആ കരാറിൽ കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഉപകരിക്കുന്ന ഏക വ്യവസ്ഥയാണിത്. മറ്റ് വ്യവസ്ഥകൾ സംസ്ഥാന താൽപ്പര്യം അന്നത്തെ UDF ഗവൺമെൻറ് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 6000 കോടിയോളം രൂപ 2035 വരെ സംസ്ഥാന സർക്കാരിന് റവന്യൂ വരുമാനമൊന്നും ഉണ്ടാവില്ല എന്ന വ്യവസ്ഥ ദോഷകരമായി മാറിയത്. അപ്പോൾ ഈ 3 വിമത MLAമാർ മറുപടി പറയേണ്ടത് 2015 ആഗസ്റ്റ് മാസം 17 ഇങ്ങനെയൊരു കരാർ അന്നത്തെ UDF ഗവൺമെൻറ് ഒപ്പിടുന്ന സമയത്ത് നിങ്ങൾ UDFനോടൊപ്പമല്ല. ഇന്നിപ്പോൾ നിങ്ങൾ UDFനോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ മോഡി അദാനി കൂട്ടുകെട്ടിനെതിരായി സമരത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ സമരം നടക്കുന്നത്. ഇവിടെ സതീശൻ അദാനി കൂട്ടുകെട്ടാണ്. അതിൻ്റെ ഡീലാണ് നാം ഈ ഓഹരി കൈമാറ്റത്തിൽ കണ്ടത്. അത് മംഗലാപുരം ദുരൂഹ യാത്രയുടെ തുടർച്ചയാണ്. അപ്പോൾ ആ ഡീലിനെക്കുറിച്ച് എന്താണ് ഈ 3 വിമത MLAമാരുടെ അഭിപ്രായം? ഈ കരാറിലെ വ്യവസ്ഥ ലംഘിച്ചതിനെതിരെ മുഖ്യമന്ത്രിയോട് കേന്ദ്ര സർക്കാരിലേക്ക് കത്തെഴുതാനും നിയമ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെടുന്നു. കാരണം ധാർമ്മികമായി ആ ചോദ്യം ഉന്നയിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്താൽ സ്വാഭാവികമായും പറ്റിയ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരു അവസരമായി മാറും. വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച കരാറിലെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഓഹരി കൈമാറ്റത്തിന് അദാനിയുമായി ഡീലുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി രംഗത്ത് വരുമോ? മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമോ? ഇതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ഇതിനകത്ത് ഇതിപ്പം ജയരാട്ടൻ ഇന്നലെ കണ്ണൂരിൽ നടത്തിയൊരു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഇവർ തെറ്റിദ്ധരുത്തുകയാണെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അവർ ഇപ്പോൾ വർഗവഞ്ചകരാണ്, പാർട്ടിയെ ചതിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്. അതവരാണ് വ്യക്തമാക്കേണ്ടത്. അവർ വ്യക്തമാക്കാൻ പറ്റുന്ന ഒരവസരമാണിത്. ഞാൻ 10-13 ചോദ്യങ്ങൾ അവരോട് നേരത്തെ ചോദിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ലെന്നും അറബിക്കടലിൽ വലിച്ചെറിയുമെന്നും പറഞ്ഞവർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ 3 വിമത MLAമാരുടെ അഭിപ്രായം? ലൈഫ് മിഷൻ പണിത വീടുകളിൽ
ആത്മാഭിമാനത്തിന് ഏൽപ്പിക്കും വിധം അവിടെ പ്രധാനമന്ത്രിയുടെ ലോഗോ വെക്കുമെന്ന് തദ്ദേശ മന്ത്രി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി BJP-കാരനെ വെച്ചു എന്ന് KPCC-യുടെ ജനറൽ സെക്രട്ടറി അടക്കം പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ BJP-കാരെ നിയമിച്ച നടപടിയോട് ഈ 3 വിമത MLA-മാരുടെ അഭിപ്രായം എന്താണ്? മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി BJP-ക്ക് പാദസേവ ചെയ്ത് SIR കേരളത്തിൽ നടപ്പാക്കിയ ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ഒരു BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നേതാവിൻ്റെ ചാനലിൻ്റെ പ്രവർത്തകനെയാണ് നിയോഗിച്ചത്. ഇതെല്ലാം സംബന്ധിച്ച് അഭിപ്രായം ഈ വിമത MLA-മാർ പറയട്ടെ. അവർക്ക് തെറ്റുപറ്റിയോ എന്നത് അവർ തിരുത്താനുള്ള അവസരം ഉപയോഗിക്കട്ടെ.